ഹലോ ചങ്ങായിമാരെ, നമസ്കാരം. നമ്മളൊന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുഞ്ഞു വീഡിയോ കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ വണ്ടിയുടെ ചെയിനും സ്പോക്കറ്റും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്രാവശ്യം ഇതിൻ്റെ ചെയിനും സ്പോക്കറ്റും റീപ്ലേസ് ചെയ്തിട്ടുള്ളത് ഷോറൂമിൽ നിന്നല്ല, ഞാൻ പുറത്തൊരു ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിനകത്ത് പറയുന്നത്. ഞാൻ ഏത് ബ്രാൻഡാണ് വാങ്ങിച്ചിട്ടുള്ളത്, എനിക്ക് എത്ര കോസ്റ്റായി, എത്ര കിലോമീറ്ററാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്, 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിൻ്റെ ചെയിനും സ്പോക്കറ്റ് റീപ്ലേസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റോക്ക് ചെയിനും സ്പോക്കറ്റ് എനിക്ക് ഏകദേശം 16,500 to 17,000 കിലോമീറ്റർ എനിക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഷോറൂമിൽ നിന്നാണ് റീപ്ലേസ് ചെയ്തത്. ഏകദേശം ഒരു 3,500 3000 ആ റേഞ്ചിലാണ് എനിക്ക് കോസ്റ്റ് വന്നത്. കാരണം ഞാനിത് സർവീസിൻ്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ട് ലേബർ ചാർജിൽ ചെറിയൊരു കുറവുണ്ടായിരുന്നു. ഒരു 3,000 ആ റേഞ്ചിലൊക്കെയാണ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ ചെയിൻ സ്പോക്കറ്റ് റീപ്ലേസ് ചെയ്ത്. അതും എനിക്ക് ഏകദേശം ഒരു 16,000 to 17,000 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ 34,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. 34,000 കിലോമീറ്ററിൽ ഒരു പ്രാവശ്യം ഞാൻ റീപ്ലേസ് ചെയ്തു. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് റീപ്ലേസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷോറൂമിനകത്ത് വിളിച്ച് ചോദിച്ചു ചെയിൻ സ്പോക്കറ്റ് റീപ്ലേസ് ചെയ്യാൻ എത്രയാവും എന്നുള്ളത്. അപ്പോൾ അവർ ചോദിച്ചു സർവീസിൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ എല്ലാ സർവീസിൻ്റെ കൂടെ അല്ല, സർവീസ് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ, അതുകൊണ്ട് അത് മാത്രമേ റീപ്ലേസ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 3,500 to 4,000 ആണ് ഇതിൻ്റെ കോസ്റ്റ് സർവീസിന് ബാംഗ്ലൂരിൽ നിന്ന് എന്നോട് പറഞ്ഞത്. നാട്ടിൽ ചിലപ്പം കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. കാരണം നാട്ടിൽ ലേബർ ചാർജ് കുറച്ച് കുറവാണ്, ഒരു 200-300 രൂപയുടെ വ്യത്യാസം കാണും. എന്നിരുന്നാലും ഒരു 3,600-700 റേഞ്ചിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ചെയിനും സ്പോക്കറ്റും ഡ്രം അതിൻ്റെ ബുഷൊക്കെ കൂടി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ലോക്കൽ വർക്ക്ഷോപ്പിൽ, അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ സ്ഥലത്തൊക്കെ ഞാൻ ഇതിൻ്റെ ഈ വണ്ടിയുടെ ഹോണ്ട CB350 ചെയിനും സ്പോക്കറ്റും ചെക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ, ഈ കാണുന്ന വർക്ക്ഷോപ്പിൽ ഞാൻ പോയി. ഇത് ആനന്ദ് നഗർ, അതായത് ഇലക്ട്രോണിക് സിറ്റിയിലുള്ളൊരു വർക്ക്ഷോപ്പാണ്. അവരെടുത്തു ഹോണ്ട CB350 ഹൈനസ്, അതിൻ്റെ ചെയിനും സ്പോക്കറ്റ് ഉണ്ട്. അത് റോളോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡുണ്ട്. റോളോണിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഇന്ത്യയിൽ അത്യാവശ്യം വണ്ടിയുടെ പാർട്സ്, അത്യാവശ്യം നല്ല ജെന്യൂൻ പാർട്സ് സെയിൽ ചെയ്യുന്ന ഒരു ടീമാണ്. അത്യാവശ്യം അവരുടെ പാർട്സുകളൊക്കെ നല്ല ക്വാളിറ്റിയാണ്. റിവ്യൂ എല്ലാം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂസും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു പ്രാവശ്യം നമുക്ക് ആ ബ്രാൻഡ് ഒന്ന് ട്രൈ ചെയ്തത്. കാരണം ഞാൻ ഇതിൻ്റെ ബ്രേക്ക് പാഡ് ഞാൻ റീപ്ലേസ് ചെയ്ത്, ഞാൻ തന്നെ റീപ്ലേസ് ചെയ്തത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് റീപ്ലേസ് ചെയ്തത്. കാരണം ഷോറൂമിൽ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് കോസ്റ്റ് കുറക്കാൻ വേണ്ടി പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് മാക്സിമം പുറത്തുനിന്ന് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ കോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, 3,500 to 4,000 ആണ് ഷോറൂമിൽ പറഞ്ഞത്. എനിക്ക് ഇതിൻ്റെ ചെയിൻ സ്പോക്കറ്റിന് എനിക്ക് വന്നത് 1,650 രൂപയാണ്. അതിൻ്റെ കൂടെ ഒരു 500 രൂപ സർവീസ് ചാർജും ഉണ്ട്, അതായത് റീപ്ലേസ്മെൻറ്റ് ചാർജും ഉണ്ട്. അതെല്ലാം കൂടി കൂടിയിട്ട് 2,150 രൂപയ്ക്ക് പരിപാടി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഡാംബോ ബുഷ് ഉണ്ട്, അത് ഞാൻ ഇപ്രാവശ്യം റീപ്ലേസ് ചെയ്തില്ല, കാരണം അതിന് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിനെന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനങ്ങ് 150 രൂപ 200 രൂപ അങ്ങോട്ട് വരുന്നുള്ളൂ, അതും കൂടി അതിൻ്റെ കൂടെ റീപ്ലേസ് ചെയ്യണം. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് നിങ്ങൾ റോളോണിൻ്റെ തന്നെ വാങ്ങണമെന്നില്ല, വേറെ 1-2 ബ്രാൻഡുകളൊക്കെ ഉണ്ട്, വാങ്ങിക്കാം. പിന്നെ ഒട്ടുമിക്ക ചെയിൻ സ്പ്രോക്കറ്റിനകത്ത് ഹോണ്ട CB350 എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല, അതിന് പകരം ഹോണ്ട CB350 ഹൈനസ് RS എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് കമ്പാറ്റബിൾ ആണ്. കാരണം ഹോണ്ട CB350 ഹൈനസ് RS ഈ വണ്ടികളൊക്കെ സെയിം ഡ്രൈവ് സിസ്റ്റമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സാധനമാണ് നമ്മുടെ വണ്ടിക്കിട്ടുള്ളത്. റോൾ ഓൺ കിറ്റ് സോളിഡ് ബ്രഷ് ചെയിൻ സ്പോക്കറ്റ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 1,664, 1,650 ഇവർ പറഞ്ഞിട്ടുള്ളത് എന്നോട്. അപ്പോൾ ചങ്ങായിമാരെ, ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറയാൻ, എനിക്ക് ഈ പ്രോഡക്റ്റ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കിട്ടിയിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കമൻറ്റിൽ കൊടുക്കുക. കാരണം ആരെങ്കിലും പുറത്തുനിന്ന് റീപ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചോട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇത് ഒരുവിധം ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങിച്ചിട്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എത്ര കിലോമീറ്റർ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. വർക്ക്ഷോപ്പിൽ നിന്ന് അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 to 13,000 കിലോമീറ്റർ നിങ്ങൾ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്താൽ കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇവിടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഒരു 15,000-16,000 കിലോമീറ്റർ ഓടിയിട്ട് ഈ ചെയിൻ സ്പോക്കറ്റ് എത്രത്തോളം ലൈഫ് തന്നെന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടൈം ഞാൻ എൻ്റെ ചെയിൻ സ്പോക്കറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടേണ്ടത് എത്ര കിലോമീറ്റേഴ്സ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.